ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വളരെ എളുപ്പം രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് രാവിലത്തെ പലഹാരമല്ല, നമുക്ക് വൈകിട്ട് 4 മണിക്കാണേലും ഉണ്ടാക്കാം. എങ്കിലും നമുക്ക് ഒത്തിരി വയ്യാതെ ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്ന ഒരു ദിവസമാണെങ്കിൽ നമുക്ക് അന്ന് രാവിലെ ഇതൊക്കെ കൊണ്ട് ഒപ്പിച്ചെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്. ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് ഉപ്പും വെള്ളവും ഒക്കെ ഒഴിച്ച് കലക്കി നല്ല ദോശമാവിൻ്റെ പരുവാക്കി വെച്ചിട്ടുണ്ട്. നോക്കി, ഒട്ടും കട്ട കെട്ടാതെ നമ്മളിങ്ങനെ കലക്കിയെടുക്കണം, ഇച്ചിരി ലൂസായിട്ട്. അത് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ഇത് ഇവിടെ കലക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയിലോട്ട് കുറച്ച് പഞ്ചസാര, ശർക്കര വേണ്ടവർക്ക് ശർക്കര ചെയ്യാം, ഞാൻ പഞ്ചസാരയിലാണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് പഞ്ചസാരയിട്ട് നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം, അത് കുറച്ച് ചതച്ചോ അല്ലെങ്കിൽ കുറച്ചിങ്ങനെ സീഡായിട്ട് ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഞെവടിയിട്ട് നമുക്കത് തിരുമ്മി വെക്കാം. തിരുമ്മി വെച്ചിട്ട് 2 നാര് കിടക്കുന്ന തേങ്ങയിലേ അതെടുത്ത് കളഞ്ഞ്, അപ്പോൾ അത് ഒന്ന് നമുക്ക് തിരുമ്മി വെച്ചിട്ട് നമുക്കൊരു ഇത് വെച്ച് ദോശക്കല്ല് വെച്ചിട്ട് നമുക്കതിലോട്ടിത് ദോശ പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം കേട്ടോ. ആദ്യം ഒന്ന് എണ്ണ ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതി, പിന്നെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ, ഇരുമ്പായതുകൊണ്ട് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഇരുമ്പല്ല, ഇരുമ്പിൻ്റെ ചട്ടിയാണിത് കേട്ടോ, കല്ലല്ല കേട്ടോ. അപ്പം അത് നമുക്കിതേ നല്ലതായിട്ട് നല്ല വട്ടത്തിൽ പരത്തിയെടുക്കുക. എൻ്റെ ഒരു കൈ ഫോൺ പിടിച്ചോണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ, അതത്ര ഇതാകാതെ. അപ്പോൾ അതൊന്ന് പരത്തിയതിന് ശേഷം നമ്മൾ ഈ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങയും പഞ്ചസാരയും കൂടെ അതിൻ്റെ പുറത്തോട്ട് ഇട്ട് നല്ലതുപോലെ ഇതാക്കി ആവി കയറ്റണം. ആവി കയറ്റി ആ മാവെല്ലാം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കത്, ഇപ്പോൾ തേങ്ങ ഉൾപ്പെടെ കിടന്ന് വേവുമല്ലോ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്കും ഇഷ്ടപ്പെടും മധുരമുള്ളത്. അപ്പോൾ നമുക്കത് ഇങ്ങനെ അടയുടെ പരുവം പോലെ നമുക്ക് രണ്ടായിട്ട് മടക്കിയെടുത്ത് ഒന്നുകൂടെ മറിച്ചും തിരിച്ചും ഇട്ട് ഇതിൻ്റെ ഉള്ളിൽ വല്ലതും വേകാനുണ്ടെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പിള്ളേർ 1 2 കൈ പിടിച്ച് കൊണ്ട് നടന്ന് തിന്നോളും കേട്ടോ. വേറെ കറിയും വേണ്ട, ഒന്നും വേണ്ട, ഇതും ചായയും മാത്രം മതി. പിള്ളേരുടെ വിശപ്പ് മാറും. ഗോതമ്പായതുകൊണ്ട് ഹെൽത്തിയാണ്, ശരീരത്തിന് നല്ലതുമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എനിക്ക് തീരെ വയ്യ, കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തപ്പോൾ ഞാൻ കഴിയില്ലെങ്കിൽ ഇതൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ചിലപ്പോൾ 4 മണിക്കുമൊക്കെ ഉണ്ടാക്കും ഇത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, വളരെ ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നെനിക്ക് തീരെ വയ്യായിരുന്നു, അതുകൊണ്ട് ഞാൻ ഓർത്ത് രാവിലെ എന്തായാലും ഇന്ന് ഇതങ്ങ് ചെയ്തേക്കാമെന്ന് ഓർത്ത് കേട്ടോ. കണ്ട, ഇതുപോലെ എടുത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആ മാവ് കലക്കുന്നതിന് തേങ്ങ ചിരണ്ടുന്നതിന് താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ എല്ലാം അറിയിക്കണം, ലൈക്ക് ചെയ്യണം. ഇങ്ങനെ ഓരോ പീസാക്കിയൊക്കെ എടുത്ത് പിള്ളേർക്ക് ഇങ്ങനെ പാത്രത്തിൽ കൊടുത്താൽ നിങ്ങൾ തിന്നോളം. മധുരമൊക്കെ ഉള്ളത് കൊണ്ടേ നല്ല ടേസ്റ്റുമാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.